ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് പാരൻസും കുട്ടികളുമൊക്കെ അധ്യാപകരടക്കം നേരിടുന്ന ചില പ്രശ്നങ്ങളെ പറ്റിയാണ്. കുട്ടികൾ അടങ്ങിയൊതുങ്ങിയിരിക്കാത്തത് എന്തുകൊണ്ട്? സാധാരണഗതിയിൽ അടങ്ങിയൊതുങ്ങിയിരിക്കാത്ത കുട്ടികൾ പലപ്പോഴും വീട്ടിൽ പ്രശ്നമാണ്, സ്കൂളിൽ പ്രശ്നമാണ്, ക്ലാസ് റൂമിൽ അവരെ മാനേജ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചില കുട്ടികൾ അടങ്ങിയൊതുങ്ങിയിരിക്കാത്തത്? ചില കുട്ടികൾ അടങ്ങിയൊതുങ്ങിയിരിക്കുന്നവരാണ്, ചില കുട്ടികൾ അടങ്ങിയൊതുങ്ങിയിരിക്കാത്തവരാണ്. ഇതെന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അവരെ ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്, അവരെ ഏത് തരം കോഴ്സിനാണ് അയക്കേണ്ടത്, അവരെ ഏത് ടൈപ്പ് സിലബസിലേക്കാണ് നാം വിടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം വിശദീകരിക്കുന്നത്. അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത കുട്ടികളെപ്പറ്റി ധാരാളം റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു റിസർച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻ്റൽ സൈക്കോളജിസ്റ്റായ ഹോവാർഡ് ഗാർട്ട്നറുടേതാണ്. അദ്ദേഹം ഇതും ഒരു ഇൻ്റലിജൻസ് ആണെന്നും, സാധാരണഗതിയിൽ നാം പറയാറുള്ളത് അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത കുട്ടികൾ പൊതുവെ മാർക്ക് കുറവാണ്, നോട്ട് കൃത്യമായി എഴുതിയില്ല, പരീക്ഷയ്ക്ക് അവർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല, പഠിക്കാൻ അത്ര താല്പര്യം കാണിക്കുന്നില്ല, അതുകൊണ്ട് അവർ മണ്ടന്മാരാണ് എന്ന മട്ടിൽ വരെയും ചില പാരൻസ് മറ്റുള്ളവരുമൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ ബുദ്ധിമാന്മാരാണ്. അവരുടെ ബുദ്ധിയുടെ പേരാണ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ലോകപ്രശസ്തനായ ഡെവലപ്മെൻ്റൽ സൈക്കോളജിസ്റ്റ് ഹോവാർഡ് ഗാർട്ട്നറാണ് ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഈ നിരീക്ഷണം മുന്നോട്ട് വച്ചിട്ടുള്ളത്. കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരിക്കുക സാധ്യമല്ല. അടങ്ങിയൊതുങ്ങി ഇരിക്കാൻ സാധിക്കായിക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രത്യേകത, അത് തന്നെയാണ് അവരുടെ കഴിവ്. പക്ഷേ അതൊരു കഴിവായി നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ പലപ്പോഴും നാം തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിപ്പെടും. കാരണം ഭാവിയിൽ അവർ വേണ്ടത്ര പഠിക്കില്ല, വേണ്ടത്ര കോഴ്സുകൾ ഭംഗിയായി ചെയ്യാൻ സാധിക്കില്ല, അവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് എവിടെയും എത്താൻ സാധിക്കില്ല എന്നെല്ലാം നമുക്ക് തോന്നും. പക്ഷേ അവർക്കും ചില പ്രത്യേക കഴിവുകളുണ്ട്. അവർക്കുള്ള കഴിവ് ടെക്നിക്കലായ കഴിവുകളാണ് അവർക്കുള്ളത്. ഒരു പ്രോബ്ലം വന്നാൽ, ഒരു മൊബൈൽ കേടായാൽ, ഒരു സ്വിച്ച് കേടായാൽ, ഒരു TV കേടായാൽ, ഒരു ലാപ്ടോപ്പ് കേടായാൽ, അത് എത്രയും പെട്ടെന്ന് ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവാണ് അടങ്ങിയൊതുങ്ങിയിരിക്കാൻ സാധിക്കാത്ത ആ പ്രത്യേകതകളുള്ള കുട്ടികൾക്കുള്ളത്. അത് ഏറ്റവും വലിയൊരു കഴിവാണ് എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ നാട്ടിൽ ധാരാളം ടെക്നീഷ്യന്മാരുണ്ട്. പക്ഷേ അവരിൽ എക്സലൻ്റായ ടെക്നീഷ്യന്മാരെ കണ്ടുകിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ കുട്ടികളെ വേണ്ട വിധം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് പറ്റിയ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക് അവരെ ഓറിയൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ, അവർക്ക് ഏറ്റവും സ്യൂട്ടബിളായ സിലബസിലേക്ക്, അല്ലെങ്കിൽ നമുക്കറിയാം പല ടൈപ്പ് സ്റ്റേറ്റ് സിലബസ്, CBSE, കാംബ്രിഡ്ജ്, IB, ഇങ്ങനെ ധാരാളം സിലബസുകളുണ്ട്. ഇതിലേറ്റവും അവർക്ക് സ്യൂട്ടബിളായ സിലബസിലേക്ക് അവരെ പറഞ്ഞയക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഈ കഴിവ് ഭാവിയിൽ വലിയൊരു അനുഗ്രഹമായി മാറും, വലിയൊരു സംഭാവനയായി മാറും. നമ്മുടെ നാടിന് എക്സലൻ്റായ ടെക്നീഷ്യൻസിനെ സംഭാവന ചെയ്യാൻ അതുവഴി സാധിക്കും. ഇക്കാര്യത്തിൽ നിങ്ങൾക്കെന്തെങ്കിലും കൂടുതൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ, ഈ കുട്ടികളുടെ കപ്പാസിറ്റിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ, അവരെ ഏത് സ്കൂളിലേക്കാണ് അയക്കേണ്ടത്, ഏത് സിലബസാണ് അവർക്ക് കൂടുതൽ സ്യൂട്ടബിളാകുക, ഏത് സ്ട്രീം സെലക്ട് ചെയ്താലാണ് അവർ അടങ്ങിയൊതുങ്ങിയിരിക്കാൻ സാധ്യത, കുറച്ചുകൂടി ഇരുന്ന് പഠിക്കാൻ സാധ്യത, അല്ലെങ്കിൽ അവർക്ക് അടങ്ങിയൊതുങ്ങിയിരിക്കാതെ തന്നെ ട്രേഡ് ബേസ്ഡായി, അതായത് പ്രാക്ടിക്കൽ ബേസ്ഡായി പഠിക്കാൻ പറ്റുന്ന സിലബസ് ഏതാണ്, സ്കൂൾ ലെവലിൽ അങ്ങനെ സിലബസ് ഉണ്ടോ, +1 ലെവലിൽ അങ്ങനെയുള്ളൊരു സിലബസ് ഉണ്ടോ, ഡിഗ്രി തലത്തിലും PG തലത്തിലും അത്തരം സിലബസുകളുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.